ആദ്യം തന്നെ പോകുന്നത് വളരെ നിർണായകമായൊരു വാർത്തയിലേക്കാണ്. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തു. സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബുവിന്റെ കാലത്താണ്. സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ഇത് ദേവസ്വത്തിന്റെ ആദ്യ നടപടി. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണോ ദേവസ്വം ബോർഡ്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു ആദ്യ നടപടിയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നടപടി ദേവസ്വം ബോർഡ് ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ നിർണായക യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു നടപടി എന്ന നിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ 2019 കാലഘട്ടത്തിൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഉത്തരവിൽ പറയുന്നത് ഈ മുരാരി ബാബുവിൻ്റെ കാലത്താണ് ഈ സ്വർണ്ണപ്പാളിയെ ചെമ്പ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള രേഖകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുരാരി ബാബുവിൻ്റെ കാലത്താണ്. അതാണ് തുടർന്നിങ്ങോട്ട് പിന്തുടർന്നൊരു സാഹചര്യം ഉണ്ടാകുകയും ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഒക്കെ ചെയ്തതെല്ലാം മുരാരി ബാബുവിൻ്റെ ഇടപെടൽ ആണ്. രേഖകളിൽ ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ ഉണ്ടായതിനു ശേഷമാണ് ഈ വിവാദമായിട്ടുള്ള വിഷയങ്ങൾക്ക് കാരണം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സസ്പെൻഡ് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ദേവസ്വം ബോർഡ് ഈ ഉദ്യോഗസ്ഥരെ മാത്രം അതായത് ഉദ്യോഗസ്ഥർക്ക് മാത്രം നടപടിയെടുത്തുകൊണ്ട് ഈ വിഷയത്തെ നിലവിൽ തണുപ്പിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയിൽ നിന്നും മാറ്റുന്ന നിലയിലേക്ക് എത്തുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇത് ഒരു വലിയ മഞ്ഞുമലയുടെ ചെറിയ അറ്റം മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു സംഘമുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അവിടേക്കൊന്നും എത്താതെ പ്രാഥമികമായി തന്നെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ നടപടികളുടെ ഒരു പ്രാഥമിക ഘട്ടം ആണ് പറയുന്നത്. അതിനിപ്പോൾ ഞാനിപ്പോൾ തിരിച്ചു വെക്കട്ടെ, അന്ന് ഞാൻ സ്വർണ്ണപ്പാളി എന്ന് എഴുതിയിരുന്നെങ്കിലോ ഈ 40 അല്ല, ഞാൻ അതിൻ്റെ കൂടെ ഞാൻ പറയുന്നല്ല, അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്ന തന്ത്രിയുടെ കത്ത് ഇതോട് ചേർത്തായിരിക്കുന്നു. ആ കത്തിനകത്ത് അത് പറയുന്നുണ്ട്. കത്തടക്കമാണ് റിപ്പോർട്ട് ചെയ്തത്. അല്ല, അത് ഞാൻ ആ ഭാഗങ്ങളൊന്നും വിമർശിക്കാനോ വിശദീകരിക്കാനൊന്നും ഞാനാളല്ല. ഞാൻ ഉദ്യോഗസ്ഥനാണ്. ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ അനുസരിക്കുന്നു. ഞാൻ പൂർണ്ണമായി അനുസരിക്കുന്നു. എനിക്ക് 30 വർഷത്തെ സർവീസുള്ള ആളാണ്. ഞാൻ ഇന്ന് വരെ ദേവസ്വം ബോർഡിന് വിധേയനായിട്ട് അങ്ങനെയൊന്നുമില്ല. അതിനൊന്നും കാര്യമില്ല. ബോർഡ് തീരുമാനിക്കുന്ന എന്താണ് അത് വരട്ടെ. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു താങ്കൾ എഴുതിയതും പരിശോധിക്കാൻ മുകളിലുള്ള ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത്തരം കാര്യങ്ങളൊന്നും ഞാനിപ്പോ പറയാൻ ആളല്ല. താങ്കൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ മാറിയതിനു ശേഷമാണ് അത് അവിടെ നിന്ന് കൊണ്ടുപോയത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അല്ല, അങ്ങനെയൊന്നും പറയാറില്ല. അതൊക്കെ ബോർഡ് പരിശോധിക്കട്ടെ. എന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഞാനത് വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. അല്ല, അതൊന്നും എനിക്കറിയില്ല. നടപടി എടുത്ത ഞാനല്ലല്ലോ. ഞങ്ങളുടെ വിധേയനായ ആളാണ് ഞാൻ. അപ്പം ഞാൻ അതിൽ പറയേണ്ട ആളാണോ? അല്ല, നടപടി എടുത്ത ആ ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ എന്തുകൊണ്ടാണ് ഇതാണെന്ന്. അല്ലാതെ ഞാൻ ചോദിച്ചാൽ ഞാൻ മറുപടി കൊടുക്കാം. ഇല്ല. കട്ടളപ്പാളിയിലും ഒരു വിവാദം നിലവിലുണ്ട്. കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ. ഇപ്പൊ ഏതായാലും എന്നെ ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പേരിൽ ഒരു നടപടി എടുക്കും. ദേവസ്വം ബോർഡിന്റെ വാർത്താക്കുറിപ്പ് എന്ന് പറയുന്നത് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിടെന്ന് തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തി റിപ്പോർട്ട് നൽകിയതിനാണ് മുരാരി ബാബുവിനെ നിലവിൽ ദേവസ്വം ഹരിപ്പാട് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങിപ്പോഴും പറയുന്നത് അത് ചെമ്പുപാളി എന്നാണ്. നേരത്തെയും ഞാനത് പറഞ്ഞല്ലോ. ഞാൻ ദേവസ്വം ബോർഡ് തിരുത്തുകയാണ്. അല്ല, ദേവസ്വം ബോർഡ് അത് തിരുത്തുമ്പോൾ ദേവസ്വം ബോർഡ് പറയണം അത് സ്വർണ്ണപ്പാളിയാണെന്ന് അല്ലേ? അതൊക്കെ ദേവസ്വം ബോർഡ് പറയേണ്ട കാര്യം, ഞാൻ പറയേണ്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യം, അതായത് ഞാൻ മുമ്പേ വീണ്ടും പറയുന്നത്, ഞാനൊരു പ്രിലിമിനറി റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ റിപ്പോർട്ടിന്മേൽ അതുപോലെ തീരുമാനം എടുക്കുകയല്ലല്ലോ. അത് നിരവധി ഉദ്യോഗസ്ഥന്മാര്, സാങ്കേതിക വിദഗ്ധരെ ഒക്കെ പരിശോധിച്ചല്ലേ റിപ്പോർട്ട് തീരുമാനം എടുക്കുന്ന അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തോ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് 2019 സ്വർണ്ണപ്പാളി കൊണ്ടുപോയ വിഷയത്തിലല്ല എന്നെ സസ്പെൻഡ് ചെയ്തത്. അതിന് പറയുക, അത് മനസ്സിലാക്കുക. പ്രിലിമിനറി റിപ്പോർട്ട്, ഒരു അപേക്ഷ അനുവാദത്തിന് അയക്കുന്ന റിപ്പോർട്ടിൽ ഞാൻ തെറ്റായി രേഖപ്പെടുത്തിയിരുന്നത് മാത്രമാണ് പറയുന്നത്.
അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ആ കാര്യങ്ങളൊക്കെ ബോർഡ് പരിശോധിക്കട്ടെ. അനുഗമിച്ചില്ല എന്നുള്ളത് ഹൈക്കോടതി ഒരു വലിയ അല്ല അതൊന്നും അല്ല, അതൊക്കെ ബോർഡ് പറയട്ടെ. ഞാനതിലൊന്നും ആളല്ല. ഞാനൊരു ഏകപക്ഷീയമാണെന്ന് തോന്നുന്നുണ്ട്. അല്ല, അതും പറയുന്നില്ല. ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, എൻ്റെ കയ്യിലൊരു നടപടി വന്നു, ഞാനത് അനുസരിക്കുന്നു. അല്ല, അങ്ങനെ സഹകരിക്കുക എന്നുള്ളതല്ല. ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അയാളുടെ പേരിലൊക്കെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണിത്. അതൊരിക്കലും അത് മാനുവൽ പോലും പറയുന്ന അതൊരു ശിക്ഷയല്ല എന്നാണ്, അല്ലേ? തീർച്ചയായിട്ടും അല്ല. അയ്യപ്പസ്വാമി അല്ലേ അവിടെ ഇരിക്കണേ. അപ്പോൾ അത് അദ്ദേഹം തീരുമാനിക്കട്ടെ, സത്യം തെളിയട്ടെ. അല്ലാതെ ഇപ്പം ഞാൻ അതിനകത്തൊന്നും പറയും. നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് എന്നെ ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ രാവിലെ ഇത്രയും സന്നാഹങ്ങൾ വന്നപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, അതിന്റെ ഭാഗമായിട്ടായിരിക്കും. അല്ല, ഞാൻ തന്ത്രിയെ ചാരുവൊന്നുമല്ല. ഞാൻ പറഞ്ഞത് അതൊരു നടപടിക്രമമാണ്. തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞാനത് എഴുതിയത് ചെമ്പുപാളി എന്നാണ് എഴുതിയത്. എന്തുകൊണ്ട് എഴുതി? അത് ചെമ്പുപാളി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നല്ലേ. ഞാൻ വേറെന്തെങ്കിലും പാളിന്ന് എഴുതിയാൽ അത് ഞാനതിന് സമാനം പറയണ്ടേ? അത് ആ പാളി ചെമ്പ് തെളിഞ്ഞിരുന്നതുകൊണ്ട് ചെമ്പുപാളിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനതുകൊണ്ടാണ് ചെമ്പുപാളിയിൽ പൂശാൻ പറഞ്ഞത്. പരിശോധിക്കാൻ നമുക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റില്ലേ? അന്ന് അത് ദ്വാരപാലക പീഠവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അതായിരുന്നു, കണ്ട കാര്യമാണ്. അല്ല, അതൊക്കെ വേറെ പരിശോധിക്കണം. അതൊക്കെ ബോർഡ് പരിശോധിക്കേണ്ട കാര്യമല്ലേ. ഞാനിപ്പം നടപടിക്ക് വിധേയനായ ഒരു ഉദ്യോഗസ്ഥനാണ്. തന്ത്രിയോട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് ചോദിച്ചതാരായിരുന്നു? തന്ത്രിയുടെ റിപ്പോർട്ടൊന്നും അല്ല, തന്ത്രിയുടെ അഭിപ്രായം എന്നാണ് പറയുന്നത്. ക്ഷേത്ര ശ്രീകോവിലുമായി ബന്ധപ്പെട്ടോ ആചാരപരമായി ബന്ധപ്പെട്ടോ വരുന്ന എല്ലാ കാര്യങ്ങൾക്കും തന്ത്രിയുടെ അഭിപ്രായം വാങ്ങും. അത് രേഖാമൂലം വാങ്ങും. എങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ കൺസേൺഡ് ഉദ്യോഗസ്ഥനാരാണ്, അവരാരായണം. അതെ, തീർച്ചയായിട്ടും. കാരണം അവിടെ ഒരു ആവശ്യത്തിന് ഒരെണ്ണം വരുമ്പോൾ, ഒരു അപേക്ഷ വരുന്നു, ഞാനിത് ചെയ്യാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. എന്റെ മുകളിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസർ മുകളിൽ ദേവസ്വം കമ്മീഷനുണ്ട്. ദേവസ്വം കമ്മീഷൻ മുകളിൽ ബോർഡുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ട കാര്യം എനിക്കതൊന്നും അറിയില്ല. ആ ഭാഗങ്ങളൊന്നും അതിലൊന്നും ഞാൻ ബോർഡിന്റെ ഒരു കാര്യങ്ങളെയും ഞാൻ വിമർശിക്കുകയൊന്നുമല്ല. ഞാൻ ബോർഡിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ്. ബോർഡിന്റെ അനുസരണയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ബോർഡ് ഇങ്ങനെ പറഞ്ഞു, ഞാനത് അനുസരിക്കുന്നു. അത്രേ ഉള്ളൂ. അന്നിങ്ങനെ സ്വർണം പൂശാമെന്ന് അറിയിച്ചില്ലെങ്കിൽ അതിന് സമ്മതം കൊണ്ട് വരുന്നതാരാ? നമ്മളെ സമീപിക്കുന്നതാരാ? അല്ല, നമുക്കൊരു അപേക്ഷ വരുന്നു. അത് എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ്. ഒരപേക്ഷ വരും. എന്ത് കാര്യത്തിനാണ്? ആ അപേക്ഷ വരുമ്പോൾ ആ ക്ഷേത്രത്തിന്റെ ചുമതല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് അപേക്ഷ വരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അപേക്ഷ, അതിന്റെ കൂടെ എന്തൊക്കെ രേഖകൾ വേണോ, പ്രധാനമായിട്ട് അതിന് വേണം തന്ത്രിയുടെ കത്തായിരുന്നു. തന്ത്രിയുടെ കത്ത് വാങ്ങിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഉണ്ണികൃഷ്ണൻ പറ്റി. ഒരാൾ ചെയ്യാൻ തയ്യാറായി വരുമ്പോഴല്ലേ നമ്മളൊരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്ത് ജോലിയാണെങ്കിലും ഞാനത് സ്പോൺസർ ചെയ്യാം, അല്ല എൻ്റെ വഴിപാടായി നടത്താം എന്ന് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ബോർഡിൻ്റെ തീരുമാനമല്ല. ബോർഡിന് യുക്തമെന്ന് തോന്നുന്നു എന്ത് തീരുമാനം എടുക്കാനും ബോർഡിന് അധികാരമുണ്ട്. സ്വയംഭരണാവകാശമുള്ള ഒരു സംവിധാനമാണ്. അവർക്ക് തീരുമാനമെടുക്കാം. അത് ഞങ്ങൾക്കൊന്നും ട്രാൻസ്ഫർ പോലും ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിലല്ല. അതൊക്കെ ബോർഡിന്റെ തീരുമാനമാണ്. അല്ല, അത് ചോദിക്കട്ടെ, അപ്പോൾ ഞാൻ ബുദ്ധിപ്പെടുത്താം. പിന്നല്ലാതെ ഞാൻ മുൻപും ഈ വിജിലൻസിന്റെ പല കണ്ടെത്തലും ഉണ്ടായിരുന്നു. അത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഒരു നാഗപത്തിയുമായി ബന്ധപ്പെട്ട ഒരു വിമർശനമുണ്ടായി. അന്നും ഈ ദേവസ്വം ബോർഡ് തങ്ങളെ സംരക്ഷിച്ചെന്നൊരു ആരോപണം ഇപ്പോൾ ഈ കോട്ടയത്തുനിന്ന് വരുന്നത്. അല്ല, അതിലൊന്നും അതായത് അതിന്റെ ഒരു എൻക്വയറി ഓഫീസർ അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തി അത് തെളിഞ്ഞ കാര്യമാണ്. അതിനകത്ത് ഞാൻ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാണെന്ന് വിധിച്ച ഒരു കാര്യമാണ്. അതാണ് വീണ്ടും പറയുന്നത്. അനധികൃത പണപ്പിരിവിന്റെ ഒക്കെ പരാതിയും കണ്ടെത്തലും അതൊക്കെ അന്വേഷിച്ചാണ് ആ ഫയൽ ക്ലോസ് ചെയ്തത്. അതിനകത്ത് എന്റെ സംരക്ഷിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ. അല്ല, അതിപ്പം വിമർശിക്കുന്ന ആളുകൾക്ക് അവർക്ക് അതിനകത്ത് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും വിമർശിക്കുന്നത്. അന്വേഷണം നടന്ന വിശദമായ അന്വേഷണം നടത്തിയല്ല ഒരു ഫയൽ ക്ലോസ് ചെയ്തത്. സസ്പെൻഷൻ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അടുത്ത ആളിന് ചാർജ് കൊടുത്ത് മാറിയിരിക്കുക. അത്രയാണ് നടപടി. അല്ല, അതെന്ത് ബോധ്യപ്പെടുത്താനാണ്? പിന്നെ അതിന്റെ ബാക്കി നടപടികളാണ്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു
പ്രാരംഭ നടപടിയാണ്. പിന്നീട് അതിൻ്റെ എൻക്വയറി അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ ചാനലിലുള്ള നടപടികളുണ്ടാവും. അതിന് ആ സമയത്ത് വിശദീകരണം നൽകേണ്ടി വരും, വിശദീകരണം നൽകും. ഒന്നുമില്ല അതിൻ്റെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതങ്ങനെയൊന്നും ഉള്ള ഒരു കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പം തന്നെ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച കാര്യമാണ്. ഞാൻ അതിനകത്തൊന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്തരത്തിൽ സമീപിക്കും മറ്റാരെങ്കിലും ഇതിനു വേണ്ടി ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇത് നമ്മൾ ഇപ്പോഴല്ലേ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇത്രയും വലിയ പ്രശ്നക്കാരാണെന്നൊക്കെ അറിയാം. അന്നൊരു ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിനായ ഭക്തരിലൊരാൾ. അവിടെ ധാരാളം ഭക്തന്മാർ ധാരാളം സമർപ്പണങ്ങൾ അവിടെ നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഒരു സമർപ്പണത്തിനായി വരുന്നു. ആ സമർപ്പണത്തിന് എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്തു, റിപ്പോർട്ട് ചെയ്തു. ആ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇപ്പോൾ ആ ഒരു റിപ്പോർട്ടിൻ്റെ പേരിലാണ് എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സ്വർണ്ണപ്പാളി എടുത്തതിൻ്റെ പേരിലല്ല കേട്ടോ എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാനെന്നാൽ പ്രിലിമിനറി ആയിട്ട് റിപ്പോർട്ട് കൊടുത്തു. ഈ അപേക്ഷ വെച്ചിട്ട് തന്ത്രിയുടെ കത്ത് സഹിത റിപ്പോർട്ട് കൊടുത്തു. ഇപ്പം വീണ്ടും സ്വർണം പൂശേണ്ടി വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തന്നെ സമീപിക്കുന്നു. എന്നാൽ മുൻപ് ഇത് തന്നെ വിജയമല്യയല്ല സമീപിച്ചത്. അല്ല, അങ്ങനെയല്ല. വിജയമല്യ തന്നെ സ്ഥാനം 2019 ഉണ്ണികൃഷ്ണൻ പോയി കഴിയുമ്പോൾ അത് വേറൊരു സംവിധാനം ആയല്ലോ. അതുകൊണ്ടാണ് അവരുടെ ആ ഗ്യാരണ്ടി 40 വർഷത്തിൽ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും സമയം ഇത് ചെയ്ത ആളെന്ന നില വിജയമല്യോട് ചോദിച്ചിരുന്നു താങ്കൾ ഇത് ചെയ്യാൻ. അല്ല, അതിൻ്റെ ഒന്നും ഭയം അവിടെ ഉണ്ടാകുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു കാര്യം സമർപ്പണം ഒരാൾ നടത്തി, പിന്നീട് അദ്ദേഹത്തിനെ തന്നെ തുടർച്ചയൊന്നുമില്ല. ആര് വന്നാലും ആ ക്ഷേത്രത്തിൽ സമർപ്പണം നടത്താൻ വരുന്ന ആര് വന്നാലും അവരുടെ അപേക്ഷകൾ ഫോർമലായിട്ട് അയക്കും. ആ അപേക്ഷയിന്മേൽ എന്തെങ്കിലും മറ്റു തരമായ കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനുവാദം കിട്ടും. ഓക്കെ. ശരി, നടപടിക്ക് ശേഷം ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു മുരാരി ബാബു. പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, മുരാരി ബാബു പറയുന്നത് താൻ ഈ തീരുമാനം അംഗീകരിക്കുന്നു, എന്നാൽ തന്നോട് വിശദീകരണം ചോദിച്ചില്ല എന്നാണ്. എന്നാൽ ദേവസ്വം വകുപ്പിന്റെ ഈ നടപടി ഉന്നതരിലേക്കാണ് ശരിക്കും വിരൽ ചൂണ്ടേണ്ടിയിരുന്നത്. എന്നാൽ അത് മടക്കിപ്പിക്കുകയാണോ ദേവസ്വം ബോർഡ്? പ്രശാന്ത്, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ വേണം ഈ ആദ്യ നടപടിയിലൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം അതെ, കേൾക്കാം. തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇതിൽ ആദ്യ നടപടി വന്നതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നതും മനസ്സിലാകുന്നതും അത് തന്നെയാണ്. കാരണം ഈ നടപടിക്രമങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നടപടിയെല്ലാം അവസാനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതായത് ഇതിന് മുന്നോട്ടുള്ള വലിയ മത്സ്യങ്ങളെ പിടിക്കാതെ ചെറുമീനുകളെ പിടിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇതും അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൽ ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കവർച്ചയുമായി ബന്ധപ്പെട്ട് വലിയൊരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അതിലേക്കൊന്നും കടക്കാതെ ആ സമയത്ത്, അതായത് 2019 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കെതിരെ നടപടി, ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഈ സ്വർണ്ണപ്പാളി അത് ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ചയാണ് ബാക്കിയുള്ള സംഭവ വികാസങ്ങൾ എന്നടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തൊരു സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അതിൽ 3 ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതിൽ 2 ഉദ്യോഗസ്ഥർ വിരമിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ നിലവിലെ മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്, സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നടക്കമുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മുൻ ദേവസ്വം ഓഫീസർക്കാണ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അത് സസ്പെൻഷൻ എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും പറയുന്നത് അദ്ദേഹം തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല, അത് ചെമ്പുപാളി ആയിരുന്നു എന്ന് തന്നെയാണ് ഈ മുരാരി ബാബു അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹവും ഇതിൽ കൂടുതലൊന്നും വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ തന്നെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കുവാനോ കൂടുതൽ വ്യക്തമാക്കുവാനോ തയ്യാറാകുന്നില്ല എന്നത് മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെ അംഗീകരിക്കുമെന്നത് അടക്കമുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മറ്റ് തീരുമാനങ്ങളൊന്നും വ്യക്തമാക്കാൻ അദ്ദേഹവും തയ്യാറാകുന്നില്ല, പ്രതികരിക്കാനും മുരാരി ബാബുവും തയ്യാറാകുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ദേവസ്വം ബോർഡ് വലിയ ഉദ്യോഗസ്ഥർ, ഇതുമായി ബന്ധപ്പെട്ട ഉന്നതർ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഉന്നതരെയെല്ലാം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടേക്കൊന്നും കടക്കാതെ നിലവിൽ വിവരങ്ങൾ നൽകിയത്.